കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ എത്തുന്ന സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കുന്ന മിഡ് നൈറ്റ് സിനിമ. രാത്രി 12 മണിക്ക് പ്രദർശിപ്പിക്കുന്ന ഹൊറർ ചിത്രം നിറസദസ്സുകളിലാണ് പ്രേക്ഷകർ വരവേൽക്കുന്നത്. ഇത്തവണ മിഡ് നൈറ്റ് സിനിമാ വിഭാഗത്തിൽ മലയാളത്തിലെ ഭ്രമയുഗം ഉൾപ്പെടെ 3 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സൗത്ത് കൊറിയൻ ചിത്രമായ എക്സ് ഹുമ, കനേഡിയൻ ചിത്രമായ ലോങ് ലെഗ്സ്, മലയാളത്തിലെ ഭ്രമയുഗം എന്നിവയാണ് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മിഡ് നൈറ്റ് സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന 3 ചിത്രങ്ങൾ. 2024 പുറത്തിറങ്ങിയ ചിത്രങ്ങളാണ് ഇവ 3. കഴിഞ്ഞ വർഷം ഇതേ ഇനത്തിൽ പ്രദർശിപ്പിച്ചത് 1973 പുറത്തിറങ്ങിയ ദി എക്സോസിസ്റ്റ് എന്ന ചിത്രമാണ്. എന്തൊക്കെയാണ് ഇക്കാലയളവിൽ ഹൊറർ സിനിമകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ? ഏത് സിനിമയ്ക്കാണ് കൂടുതൽ ജനപ്രീതി? പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. നമ്മളിപ്പോ കണ്ടില്ല എക്സോമയാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവില് അതിൽ ഡയലോഗ്, ഇപ്പോൾ എക്സോമയിലാണെങ്കിൽ ഡയലോഗ് ഡെലിവറിയും അതുപോലെ സിനിമാറ്റോഗ്രാഫി, പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ ഭയങ്കര നല്ല പീക്കായിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല പടമായിരുന്നു. പേടിക്കാൻ അത്യാവശ്യത്തിനുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളത്. അത്രയും പേടിക്കാനുള്ളതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ള ഹൊറർ മൂവീസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായത് ഈ ജംപ് സ്കെയർ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ക്ലീൻ സംഭവം, ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നല്ലൊരു പടമായിരുന്നു. പല ജംപ് സ്കെയർ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഇതിലങ്ങനെ അധികം സീൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് ആ സ്ക്രീനിൽ വരുന്നത് കണ്ട് നമുക്ക് ഒരു ഫീൽ ഉണ്ടാവുന്നു, ഹൊറർ ഫീൽ ഉണ്ടാവുന്നു. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ്. എക്സ് ഹുമ, എക്സോസിസ്റ്റ് എന്നീ ചിത്രങ്ങളെക്കുറിച്ച് പ്രേക്ഷകരിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. 50 വർഷം കൊണ്ട് ഹൊറർ ജോണറിലെ ചിത്രങ്ങളുടെ നിർമ്മാണത്തിലും അവതരണത്തിലും നിരവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള ഭീകര രൂപങ്ങളോ ജംസ്കെയർ ടെക്നിക്കുകളോ ഇല്ലാതെ തന്നെ കാണികളെ ഭീതിയിലാഴ്ത്തുകയാണ് പുതിയ ഹൊറർ ചിത്രങ്ങൾ. അവിടെ ചെന്നിരുന്ന് തുടക്കമൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട്, അതായത് ശബ്ദം കൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കുക. വിഷ്വലായിട്ട് എനിക്ക് ഒരു പേടിയും തോന്നില്ല. അവരുടെ ശബ്ദം കൊണ്ട് മനുഷ്യൻ വെറുതെയിട്ട് പേടിപ്പിക്കുക, ഭയങ്കര അസ്വസ്ഥയാണ്. യാതൊരുവിധ പേടിയും തോന്നിയിട്ടില്ല. അതിൻ്റെ കണ്ടന്റൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ അവതരണ ശൈലി എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം തൂങ്ങുകയാണ് പോയത്. എങ്ങനെയും അവസാനിപ്പിച്ചാൽ മതിയെന്നായി, അതുപോലെ തോന്നി എനിക്ക്. ഭയങ്കര പേടിപ്പിക്കുന്ന ഹൊറർ മൂവികളുണ്ടല്ലോ, നമ്മൾ എക്സോസിസ്റ്റ് ഒക്കെ കണ്ട്, എക്സോസിസ്റ്റിൻ്റെ 6 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പേടിച്ച ആളുകൾക്ക് ഇപ്പം പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണ്, വെൽ എക്സിക്യൂട്ടഡ് മൂവിയാണ്. നമ്മൾ ഈ മിഡ് നൈറ്റ് മൂവികളുടെ അർത്ഥം തന്നെ പാതിരാത്രി നമ്മുടെ നട്ടലിലൂടെ ഒരു പേടിയും ഭയവും വിറയലും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ 2 എക്സോസിസ്റ്റിനും ഇത് പറ്റുന്നുണ്ട്, എക്സ്യൂമയ്ക്കും പറ്റുന്നുണ്ട്. പക്ഷേ എക്സ്യൂമയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് വ്യത്യസ്തമാണ്. പണ്ട് കാലത്ത് പ്രേത സിനിമകൾ ഉപയോഗിച്ച് പരാജയപ്പെട്ട ടെക്നിക്കൊക്കെ ഈ സിനിമയിൽ ആവർത്തിക്കാതെ വളരെ ബുദ്ധിപൂർവ്വം ഒരു കഥ വെച്ചിട്ട് ഈ സിനിമ വിജയിപ്പിക്കാൻ പറ്റിയതാണ്. ഇത്തരം പുതിയ സിനിമാ നിർമ്മാണ രീതികൾക്ക് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. പുത്തൻ രീതികൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എക്സോസിസ്റ്റ് പോലെയുള്ള കാലാതിവർത്തിയായ ചിത്രങ്ങളും കാണികൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വരദ പ്രവീൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.